തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് സമീപം പന്നിയോട് ഒരു പാരമ്പര്യ വൈദ്യനുണ്ട്. പേര് പന്നിയോട് സുകുമാരൻ. കൊട്ടാരം വൈദ്യന്മാരുടെ പരമ്പരയിലെ ശേഷിക്കുന്ന കണ്ണി. നാഡീമിടിപ്പ് കണക്കാക്കി രോഗം നിർണയിക്കുന്നതാണ് വൈദ്യരുടെ പതിവ്. ഗ്യാസും നെഞ്ചരിച്ചിലും വയറിൽ കത്തലും ഉണ്ട്. ശരീരത്തിൽ ചൂട് എപ്പോഴും ഉണ്ട്. ആഹാരം കഴിക്കാൻ താമസിച്ചാൽ തളർച്ച വരുന്നു. ലഹരി ശരിക്കും കഴിച്ചിരിക്കുന്നു. അതിന്റെ തിക്തഫലം ശരിക്കും അനുഭവിക്കുകയും ചെയ്യുന്നു. ലിവർ എക്സ്പാൻഷൻ വന്നിരിക്കുന്നു. ഇപ്പൊ തേരിയൊന്നും കയറി പോകാൻ കഴിയുന്നില്ല. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അതിരാവിലെ മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വലുപ്പച്ചെറുപ്പമില്ലാതെ ആളുകൾ വൈദ്യശാലയിലേക്ക് വന്നു നിറയും. ടാപ്പിംഗ് ആ ജോലി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ നേരെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പരിശോധിച്ച് അപ്പോൾ പറഞ്ഞ് 3 ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണം. പക്ഷേ എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്കിപ്പോഴും തുച്ഛമായി, കാരണം ഒരു മാസം 90 രൂപയുടെ മരുന്ന് മതി. ഒരു 10,000 രൂപയെങ്കിലും വേണം ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ. ഇവിടെ വന്ന ഉടനെ പുള്ളി കൈ പിടിച്ചു ആൻജിയോഗ്രാം ചെയ്യുന്നതിന് 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എറണാകുളത്തേക്ക് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇവിടെ വന്ന് പുള്ളി കൈ പിടിച്ച ഉടനെ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഒരു 2,500 രൂപ കണ്ടയാൾ ഒരു മരുന്ന് ഞാൻ മേടിച്ചു. 2,500 രൂപ കൊണ്ട് എന്റെ ബ്ലോക്കെല്ലാം മാറി. ഓലമേഞ്ഞ ചികിത്സാമുറിയിൽ വൈദ്യരിക്കും. വരുന്ന ഓരോരുത്തരെയും പരിശോധിക്കും. സഹായത്തിന് ആയുർവേദ ഡോക്ടർ കൂടിയായ മകനുണ്ട്. എന്നും ഞാൻ ചെക്കപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. എന്നാലും സാറ് കൈ നോക്കിയിട്ട് BP പ്രവേശിച്ച് പറയും. ഹൃദയവാൽവിലുണ്ടാകുന്ന തടസ്സങ്ങൾക്കാണ് പ്രധാന ചികിത്സ. രക്തക്കുഴലിന്റെ ബ്ലോക്കിന്റെ മരുന്നെന്ന് പറയുമ്പോൾ 3 മാസം കണ്ടിന്യൂ മരുന്ന് കഴിക്കും. 12 ദിവസമാണ് മരുന്നിന്റെ എഫക്ട്. 12 ദിവസം കഴിയുമ്പോൾ 6 ദിവസത്തെ മരുന്ന് കഴിച്ചാൽ ബ്ലോക്ക് ഉണ്ടാകുന്നില്ല. ഇവിടെ നൂറ്റുകണക്കിന് ആളുകൾ 6 നേരത്തെ മരുന്ന് കഴിച്ചിട്ട് ആൻജിയോഗ്രാം ചെയ്തവർ നൂറ്റുകണക്കിന് ആളുകൾ. അതിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ബ്ലോക്ക് ഇല്ല. അപ്പോഴേ 2 വർഷം കഴിയുമ്പോൾ 3 കോഴ്സ് മരുന്ന്, വാറ്റുമരുന്ന് കഴിക്കേണ്ടി വരുന്നു. പിന്നെ ഇത് ജീവിതത്തിൽ ഇത് വന്നിട്ടില്ല. കാരണം 22 വർഷമായി ഞാൻ ബ്ലോക്കിന് ചികിത്സിച്ച ഒരാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്കും രക്താർബുദത്തിനും എയ്ഡ്സിനും ഫലപ്രദമായ പ്രതിവിധികളുണ്ടെന്നും പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ചില്ലറ പൊടിക്കൈകൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റിയെടുക്കാമെന്നും വൈദ്യർ പറയുന്നു. ഇവിടെ 2 ലക്ഷം 3 ലക്ഷം ചെലവാക്കി കീറി മുറിക്കേണ്ടതാണ് രക്തക്കുഴലിന്റെ ബ്ലോക്ക് ഇന്ന് വരെ അറിയപ്പെടുന്നത്. പക്ഷെ അത് മരുന്നിൽ മാറ്റാൻ കഴിഞ്ഞു. അതിന്റെ ചാരിതാർത്ഥ്യം എന്ന് പറയുമ്പോൾ 3000 രൂപയ്ക്ക് താഴെ ചെലവിൽ ഇതുവരെ 2,700 രൂപയിൽ കൂടുതൽ ചെലവായിട്ടില്ല. ഒരു ഹാർട്ടിന്റെ രോഗി 9 ബ്ലോക്ക് വരെ ഉള്ള കേസ് ചെയ്യാൻ കഴിഞ്ഞു. പച്ചമരുന്ന് കൂട്ടുകൾ തയ്യാറാക്കുന്നത് വൈദ്യർ നേരിട്ടാണ്. സന്തത സഹചാരിയായ മകനോട് പോലും മരുന്ന് രഹസ്യം പങ്കുവച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാക്കാത്ത ഒരു മരുന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന പ്രകൃതമില്ല. പക്ഷെ ഇവിടത്തെ ഒരു മരുന്നും വെളിയിൽ വാങ്ങാൻ കിട്ടുകയുമില്ല. മരുന്നുകൂട്ടും പഥ്യവും കുറിച്ചാൽ പിന്നെ രോഗം രോഗിയുടെ കയ്യിലാണ്. എന്തു വലിയ അസുഖത്തിന് ചികിത്സ തേടിയാലും ചില്ലിക്കാശ് പ്രതിഫലം വാങ്ങില്ല. മരുന്ന് മുടക്കുകയോ പഥ്യം തെറ്റുകയോ ചെയ്താൽ പിന്നെ ചികിത്സയുമില്ല. ഇവിടുത്തെ പഥ്യം കൃത്യമായിട്ട് ചെയ്യണം. അതനുസരിച്ചില്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. കാരണം പഥ്യം ശരിക്ക് ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരി പ്രോബ്ലം ഉണ്ടാകും. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ തടസ്സമുള്ള പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിക്കും ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട്. 2 വർഷത്തെ ചികിത്സയ്ക്ക് ചെലവാകുന്നത് 3000 രൂപയാണ്. ഇതുപോലും കണ്ടെത്താനാകാതെ വിഷമിക്കുന്നവർ ഉണ്ടെന്ന തിരിച്ചറിവാണ് സൗജന്യ ചികിത്സാ പദ്ധതി എന്ന ആശയം രൂപപ്പെടാൻ കാരണമെന്നാണ് പന്നിയോട് സുകുമാരൻ പറയുന്നത്. 2,500 രൂപ പോലും ചെലവാക്കാൻ കഴിയാത്ത ഒരാള് മരുന്ന് കഴിക്കാതെ മരിക്കുന്ന ഒരവസ്ഥ. 10 രൂപ പോലും മരുന്ന് വാങ്ങാൻ കഴിയില്ലാത്ത ധാരാളം പേരുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായതിന്റെ പേരിലാണ് ഇത് ജനം അറിയട്ടെന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു സംരംഭം മഹാരാജാവിനെ കൊണ്ട് ചെയ്യിച്ചത്. വൈദ്യശാസ്ത്രത്തിന്റെ പാരമ്പര്യ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ഒരു കാലത്ത് പന്നിയോട് സുകുമാരൻ ആഗ്രഹിച്ചിരുന്നു. ആത്മീയ ചിന്താലയം മഠാധിപതി അപ്പുസ്വാമിയുടെ സ്നേഹപൂർവമായ നിർബന്ധമാണ് മുഴുവൻ സമയ രോഗീ പരിചരണത്തിൽ വൈദ്യരുടെ വഴികാട്ടി.
പരമ്പരാഗതമായി പകർന്നു കിട്ടിയ അറിവിനെ ആത്മീയ സാധന കൊണ്ട് മിനുക്കിയെടുത്തതാണ് തന്നിലെ വൈദ്യനെ രൂപപ്പെടുത്തിയതെന്ന് വിശ്വസിക്കാനാണ് പന്നിയോട് സുകുമാരന് ഇഷ്ടം. ഇതൊരു സമസ്യ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചികിത്സ എന്ന് പറയുമ്പോൾ പണസമ്പാദനത്തിന് വേണ്ടിയുള്ളതല്ല. ആ ഒരു അറിവ് അതാണ് എന്നെ ഈ നിലയിൽ കൊണ്ടെത്തി.